പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ ബേസിക്കലി ഒറ്റ ഒരു കൺസെപ്റ്റ് മാത്രമാണ് പഠിച്ചത്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ, അഥവാ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും. ഈ ആശയം വെച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. അത് മാത്രമേ നമ്മൾ ആ ചാപ്റ്ററിൽ പുതുതായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്കതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ബോർഡിൽ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്: കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. ഇതെല്ലാം ഒരു സർക്കിളിലെ പാർട്ടുകളാണ്. എന്തൊക്കെയാണെന്നൊന്നും കൂടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാം. നമുക്ക് ആദ്യം എന്താണ് കോഡെന്ന് നോക്കാം. കോഡ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ് ഓഫ് എ സർക്കിൾ. ഒരു വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്താൽ ഒരു കോഡ് കിട്ടും. ഇതൊരു കോഡാണ്, അഥവാ ഞാനാണ്. ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടും. ഇങ്ങനെ ധാരാളം കോഡ്സ് നമുക്ക് സർക്കിൾസ് വരയ്ക്കാം. ഒരു സർക്കിളിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോഡ്സ് വരയ്ക്കാൻ പറ്റും. അങ്ങനെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കോഡാണ് അതിന് ഡയമീറ്റർ, അഥവാ വൃത്തകേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന ഞാണിനെയാണ് വ്യാസം എന്ന് പറയുന്നത്. ഒരു സർക്കിളിലെ ഏറ്റവും നീളം കൂടിയ ഞാൻ വ്യാസമാണ്. ദ ലോങ്സ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഇറ്റ്സ് ഡയമീറ്റർ. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ സർക്കിളിൽ ഒരു കോഡ് വരയ്ക്കുമ്പോൾ, നമ്മളിപ്പോൾ സർക്കിളിൽ ഒരു കോഡ് വരച്ചു. ഈ കോഡ് നമ്മൾ സർക്കിളിനെ 2 ഭാഗമായിട്ട് ഭാഗിക്കുന്നത്, അപ്പർ പാർട്ടും അതിന്റെ കോഡിന്റെ താഴെ ഭാഗം, 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈ സത്യത്തിൽ ഈ കോഡ്. സോ എ കോഡ് ഡിവൈഡ്സ് എ സർക്കിൾ ഇൻടു 2 പാർട്സ് ആക്ച്വലി. അപ്പോൾ ഈ ഭാഗം 2 ഭാഗങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു കോഡ് വരച്ചാലും സർക്കിളിനെ 2ആയിട്ട് അത് ഭാഗിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും നീളം കൂടിയ കോഡ് നമുക്കറിയായിരുന്നു, അത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ വരച്ചപ്പോൾ എന്തൊക്കെ തരം ആംഗിൾസ് ആണ് ഉണ്ടായിട്ടുള്ളത്? ഒന്ന്, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സെൻട്രലിലുള്ള ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് ശരിക്കും 180 ഡിഗ്രിയാണ്, കേന്ദ്രകോൺ. ഇനി ആംഗിൾ ഉണ്ടാവുന്നു. ഈ ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ ഈ എൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആംഗിൾ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തി, റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ആംഗിൾ ഇൻ എ സർക്കിൾ ആണ്. ഇത് സർക്കിളിൽ ഒരു ആംഗിൾ ആണ്. എന്താണ്? വൃത്തത്തിലെ ഒരു കോണാണിത്. ഇത് വൃത്തത്തിന്റെ കേന്ദ്ര കോണാണ്. അപ്പൊ ഇങ്ങനെയാണ് ആംഗിളുകൾ എന്ന് പറയുന്ന കാര്യം. അപ്പം ഞാൻ എന്താണെന്ന് പഠിച്ചു, കോഡ് എന്താണെന്ന് പഠിച്ചു, എന്താണ് ആംഗിൾ. ആംഗിൾസ് എന്ന് പറയുന്നത് ഇതാണ് ഉണ്ടാവുന്നത്. ഒന്ന് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവാം, പിന്നെ സെൻട്രലിലും ആംഗിൾ ഉണ്ടാവും. ഈ 2 ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ് സർക്കിളിൽ നോർമലി കണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 180 ആണെന്ന്. പിന്നെ എന്താ പഠിച്ചിട്ടുള്ളത്? ഒരു സെമി സർക്കിളിലെ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്നും അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രകോൺ 180 ആണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ കാര്യം ആർക്ക് അഥവാ ചാപം എന്നാണ്. ചാപം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആർക്ക് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി സർക്കിൾ ആണ്, ഹാവിങ് 2 എൻഡ് പോയിന്റ്സ്. ഞാനെന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഒരു ഭാഗമാണ്. അതിന് 2 അഗ്രബിന്ദുക്കളുള്ള വൃത്തഭാഗത്തെയാണ് ചാപം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ഒരു പോയിന്റ് വെച്ചു ബി. അപ്പൊ നമുക്ക് എ ബി എന്ന് പറയുന്ന ആർക്ക് എ ബി, അല്ലെങ്കിൽ ചാപം എ ബി എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക? ഒന്നുകിൽ ഈ മുകളിലുള്ള ആർക്കാവാം, അല്ലെങ്കിൽ താഴെയുള്ള ആർക്കാവാം. 2 ആർക്കും ആവാം. ഇത് ഏതാണെന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ട്, അല്ലെ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ, ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, എപ്പോഴും ആർക്കിന്റെ പേര് പറയുമ്പോൾ മൂന്നാമതൊരു പോയിന്റ് കൂടി നമ്മൾ പറയാറുണ്ട്. മിഡിലല്ല, എവിടെയെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ എ പി ബി. ഇറ്റ് ഈസ് നൗ ക്ലിയർ, അല്ലെ? എന്താണ്? എ പി ബി ഈസ് ദ സ്മോളർ ആർക്ക്. ഈ ചെറിയ ആർക്കിനാണ് എ പി ബി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേറൊരു ആർക്ക്, ഈ ഒരു പേര് കൂടി പറഞ്ഞാൽ എ ക്യു ബി. നോർമലി ആർക്കിന്റെ പേര് പറയുമ്പോൾ സാധാരണ 3 പോയിന്റ്സ് പറയാറുണ്ട്. 2 പോയിന്റ് വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പൊ എ പി എന്ന് പറയുന്ന ആർക്ക് ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ പി ബി ഈസ് അനദർ ആർക്ക്, എ ക്യു ഈസ് എൻ ആർക്ക്, ക്യു ബി ഈസ് അനദർ ആർക്ക് എന്നും പറയാം. സാധാരണ പറയാം. പക്ഷെ നമ്മൾ വലിയ ഒരു 2 പോയിന്റ്സ് മാത്രമാവുന്ന സമയത്ത് ചില സമയത്ത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആർക്കിന്റെ പേര് പറയുമ്പോൾ എപ്പോഴും 3 പോയിന്റ്സ് പറയാറുണ്ട്. അപ്പൊ എ പി ബി, എ ക്യു ബി. സോ ആർക്ക് എ പി ബി മുകളിലുള്ള. സോ ആർക്ക്. ഇത്രയും 3 കാര്യങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണം.
എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഒന്ന്, എന്താണ് കോഡ്? സോ ആംഗിൾ ഇൻ എ സർക്കിൾ ആൻഡ് സെൻട്രൽ ആംഗിൾ ആർക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡയമീറ്റർ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ പഠിച്ചപ്പോൾ നമുക്ക് 2 സെമി സർക്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 2 സെമി സർക്കിൾസിലെയും ആംഗിൾസ് റൈറ്റ് ആംഗിൾസ് ആണ്, മട്ടകോണുകളാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ അർദ്ധവൃത്തത്തിലെ കോണ് അതിൽ എവിടെ എങ്ങനെ വരച്ചാലും ആ ആംഗിൾസ് എല്ലാം റൈറ്റ് ആംഗിൾസ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇവിടെ താഴെ വരച്ചാലും റൈറ്റ് ആംഗിൾ ആയിരിക്കും, ഇങ്ങോട്ട് വരച്ചാലൊക്കെ. അപ്പോൾ ഒരു സെമി സർക്കിളിലെ എങ്ങനെ ആംഗിൾസ് വരച്ചാലും അതൊക്കെ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. അർദ്ധവൃത്തത്തിൽ വരയ്ക്കുന്ന എല്ലാ കോണുകളും മട്ട കോണുകളാണ് എന്ന് പറയുന്ന ആശയം കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഇനി നമുക്കിപ്പോൾ ഈ കോഡ് എ ബി എന്ന് പറയുന്ന ലോങ്ങസ്റ്റ് കോഡ്, അതായത് ഡയമീറ്റർ, ഏറ്റവും നീളം കൂടിയ ഞാൻ അല്ലാത്ത കോഡ് ഉണ്ടാവുക. ഡയമീറ്റർ അല്ലാത്തൊരു കോഡ് നമ്മൾ സർക്കിളിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ആംഗിൾസ് ഒക്കെ ഈക്വൽ ആവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യണം. ബോർഡിലെ ചിത്രം നോക്കാം. ഓ സെൻറ്റർ ആണ്. എ ബി എന്താണ്? ഇപ്പോൾ അത് കോഡാണ്. ഇത് ഡയമീറ്റർ അല്ല, ഒരു കോഡ് മാത്രമാണ്. അപ്പോൾ ഇത് സെൻറ്റർ കൂടെ പാസ് ചെയ്തിട്ടില്ല. എ ബി എന്ന് പറയുന്ന കോഡ് സർക്കിളിനെ ഈ വലിയൊരു പാർട്ടായിട്ടും ചെറിയൊരു പാർട്ടായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ മോൾ ഭാഗത്തുള്ള അപ്പർ പാർട്ടിലുള്ള പാർട്ടിൽ ആംഗിൾസ് വരച്ചു നോക്കാം. ഞാൻ ഈ കോഡിൻ്റെ അപ്പർ പാർട്ടിൽ ഈ ഭാഗത്ത് കുറേ ആംഗിൾസ് വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾസ് ഒക്കെ നോക്കുക, അതൊക്കെ എങ്ങനെയായിരിക്കും? ഈക്വൽ ആണോ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണോ? ഇത് റൈറ്റ് ആംഗിൾ അല്ലാതെ ക്ലിയർ ആണ് അല്ലേ? റൈറ്റ് ആംഗിൾ ആവണമെങ്കിൽ നമുക്ക് ആ കോഡ് എന്താവണം? ഡയമീറ്റർ ആവണം. ഇത് ഡയമീറ്റർ അല്ല, വെരി ക്ലിയർ ആണ്. അതുകൊണ്ട് റൈറ്റ് ആംഗിൾ അല്ല, എത്ര ആംഗിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ കുറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ ആണ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യണം. അതുപോലെ ഈ ഒരു കോഡ് ഇപ്പോഴത്തെ ഭാഗത്തും കുറെ ആംഗിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എത്ര ആംഗിൾസ് വരയ്ക്കാം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആംഗിൾസ് നമുക്ക് വരയ്ക്കാം. ഇഷ്ടംപോലെ വരയ്ക്കാം, അനേകം കോണുകൾ വരയ്ക്കാം. ഈ താഴ്ഭാഗത്ത് ഇതുപോലെ വരച്ചൂടെ? ഇങ്ങനെ വരയ്ക്കാം, ധാരാളം ആംഗിൾസ് വരയ്ക്കാം. ഇവിടെയൊക്കെ ആംഗിൾസ് വരയ്ക്കാം. അപ്പോൾ ഈ കോഡിന്റെ അപ്പർ പാർട്ടിലും ലോവർ പാർട്ടിലും മോൾ ഭാഗത്തും താഴ്ഭാഗത്തും ഞാൻ കോണുകൾ വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതെങ്ങനെയായിരിക്കും? അതിന്റെ മെഷേഴ്സ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു വെരിഫൈ ചെയ്യണം. അതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ പഠനം. ഇവിടെ ചിത്രത്തിൽ ഓ സെൻറ്ററായ സർക്കിളിലെ ഒരു കോഡാണ് എ ബി. ഈ സർക്കിളിൽ ഞാനൊരു ആംഗിൾ വരയ്ക്കുകയാണ്. ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആംഗിൾ വരയ്ക്കും. സോ വി ഹാവ് an angle here. It is angle APB. കോൺ APB എന്ന് പറയുന്ന കോൺ ഈ സർക്കിളിലാണ്. ഇസ് എ ആംഗിൾ ഇൻ ദ സർക്കിൾ. വൃത്തത്തിലെ ഒരു കോണാണ് APB. ഏതാണ്? വൃത്തത്തിലെ ഒരു കോണാണ്. ആംഗിൾ ഇൻ എ സർക്കിളാണ് അല്ലെ? വൃത്തത്തിലെ കോണാണ്. ഈ ആംഗിൾ എന്തായിരിക്കും? എങ്ങനെയാണ് കണ്ടെത്തുക? എന്തെങ്കിലും റിലേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ ഉള്ള പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ പി സെൻറ്ററായിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ ഇതും സെൻറ്ററായിട്ട് ജോയിൻ ചെയ്യാം. സോ ഞാൻ ഇവിടുത്തെ ആംഗിൾ ലെറ്റ് ഇറ്റ് ബി എക്സ്, ഈ ആംഗിൾ വൈ എന്നും വിചാരിക്കുന്നു. ഈ ആംഗിൾ എക്സ് ആണ്, ഈ ആംഗിൾ വൈ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യും. നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും സി ഒക്കെ എന്താണ്? റേഡിയയാണ്, എല്ലാം ആരങ്ങളാണ്. ഇതും 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 ഈക്വൽ ലെങ്ത് ആണ്. നമ്മളൊരു ട്രയാങ്കിൾ ആദ്യം ഇവിടെ കാണുന്നത് ഒ പി എ എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഒ പി എ എന്ത് ട്രയാങ്കിൾ ആണ്? ഈസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. സമപാർശ്വ ത്രികോണമല്ലേ? കാരണം ഒ പിയും ഒ എയും ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആവുന്നു. സോ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ ഒ പി ബി എന്ന് പറയുന്നതും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഒ പി ഈക്വൽ ടു ഒ ബി ആയതുകൊണ്ട് ഇതൊരു ട്രയാങ്കിൾ ഐസോസെലസ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ബേസ് ആംഗിൾസ്, പാദകോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഈ മെഷർ ആയിരിക്കും ഇവിടെ ഉണ്ടാവും. ഇത് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ വേറൊരു കാര്യം പഠിച്ച, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസ്, ഒരു ആംഗിൾ, 2 ആംഗിൾ, ഇതും കൂടി ചേർത്താൽ, 3 ആംഗിൾസും കൂടി ചേർത്താൽ 180 ആണ് കിട്ടുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കാണാൻ 180ന്ന് എക്സുകൾ, 2 എക്സുകൾ ഉണ്ട്, അത് സബ്ട്രാക്ട് ചെയ്താണ്. അപ്പൊ നമുക്കിവിടെ ഈ ആംഗിൾ ഓക്കെ ആണല്ലോ, ഈ ആംഗിൾ 180 മൈനസ് 2x. അതുപോലെ ഈ ഒ ബി പി എന്ന് പറയുന്ന ട്രയാംഗിളിൽ ഈ ആംഗിളും ഈ ആംഗിളും ഇതും കൂടി ചേർത്താൽ 180 ആണ്. ഈ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ ഈ 180ന്ന് ഈ വൈയും കുറയ്ക്കും. അപ്പോൾ 180 മൈനസ് 2y.
സോ നമുക്ക് ഈ ആംഗിളിന്റെ മെഷറും ഈ ആംഗിളിന്റെ മെഷറും കിട്ടി. ഓക്കെ അല്ലേ? ഈ പിയുടെ മൊത്തം മെഷർ എത്രയാണ്? ആംഗിൾ പി ഈസ് എക്സ് പ്ലസ് ആംഗിൾ പി എന്താണ് മെഷർ? എക്സ് പ്ലസ് വൈ ആണ്. നമുക്ക് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിള്, ഇപ്പൊ 3 ആംഗിൾസ് ഉണ്ട് വിചാരിച്ചോ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത്. 180 മൈനസ് 2x ആണ്, ഇത് 180 മൈനസ് 2y ആണ്. ഇത് കൂടി ചേർത്താൽ എന്താണ് കിട്ടുക? 360 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ആംഗിൾ AOB എന്ന് പറയുന്ന ഈ ആംഗിൾ നമുക്കറിയില്ല. നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 180 മൈനസ് 2x അതുപോലെ 180 മൈനസ് 2y പിന്നെ AOB എന്ന് പറയുന്ന ആംഗിളും കൂടി കൂട്ടിയാൽ 360 ആണെന്ന് കിട്ടുക നമുക്കറിയാം. അതായത് ഈ ആംഗിളും ഇത് കൂടി കൂട്ടിയാൽ എത്രയാണ്? 360. ഇതിന്റെ ആംഗിളിന്റെ പേരാണ് AOB. ഓക്കെ ആണല്ലോ? ഇതിൽ 180 360 ആകും. മൈനസ് 2x മൈനസ് 2y പ്ലസ് ആംഗിൾ AOB ഈക്വൽ ടു 360 എന്ന് കിട്ടും. ഇതിൽ 360 കട്ട് ചെയ്ത് പോകാം. അപ്പൊ നമുക്കിവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? മൈനസ് 2x മൈനസ് 2y പ്ലസ് ആംഗിൾ AOB ഈക്വൽ ടു ഇവിടെ ഒന്നും ഉണ്ടാവില്ല, 0. സോ ഈ ആംഗിൾ AOB കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2x മൈനസ് 2x ഈക്വലിന് അപ്പുറത്തേക്കും പ്ലസ് 2x മൈനസ് 2y ഈക്വലിന് അപ്പുറത്തേക്കും പ്ലസ് 2y. രണ്ടിലും 2 കോമൺ അല്ലേ? x പ്ലസ് y. സോ ആംഗിൾ AOB ഈക്വൽ ടു 2 ടൈംസ് ഓഫ് x പ്ലസ് y എന്ന് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മൊത്തമുള്ള ആംഗിളായ എക്സ് പ്ലസ് വൈന്റെ ഡബിൾ ആണ് ഈ ആംഗിൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എന്താണ് ഇവിടെ രണ്ടും കൂടി ചേർത്തിട്ട്, ഇപ്പൊ ഇവിടെ 30 ആണെങ്കിൽ ഇത് എത്രയുണ്ടാവുക? 60. ഇവിടെ 60 ആണെങ്കിൽ 120, ഇവിടെ 120 ആണെങ്കിൽ 240. അങ്ങനെ അപ്പൊ എത്രയാണോ ഇവിടെ ഉള്ള ആംഗിള് അതിന്റെ ഡബിൾ ആണ് ഈ ഒരു ആംഗിൾ ഉണ്ടാവുക. അതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഫിഗർ നമുക്ക് റെക്ടിഫൈ ചെയ്ത് വരയ്ക്കാം. അപ്പൊ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു കാര്യം, ഇവിടെ ഒരു സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഒരു ആംഗിൾ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ, അതിലേക്ക് ജോയിൻ ചെയ്ത ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ മെഷർ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന. സോ ഇവിടുത്തെ ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഡബിൾ ആണ് ഉണ്ടാവുക. സെൻട്രൽ ആംഗിൾ എന്നാണ് പറയാം, കേന്ദ്ര കോൺ അല്ലെ? AB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്നാണ് ഇത് പറയാറുള്ളത്. അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഇവിടുത്തെ ആംഗിൾ ഉണ്ടാവുക, ഈ ആംഗിളിന്റെ ഹാഫ് ഡബിൾ ആണ് സെൻട്രൽ ആംഗിൾ. എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇപ്പൊ നമുക്ക് പറഞ്ഞത്. ഇപ്പൊ ഇത് ഈ ഒരു ഫിഗറിന് ശരിയാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പിയുടെ പൊസിഷൻ എവിടെ വന്നാലും ഇത് ശരിയാവുമെന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ പി കുറച്ച് മാറ്റി വരച്ചിട്ടുണ്ട്, പി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇത് എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ഒരു ആംഗിൾ അറിയാം, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അറിയില്ല, മെഷർ നമുക്ക് എടുത്തിട്ടില്ല. സോ APB ഒരു ആംഗിൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ ഒരു മാറ്റങ്ങൾ വരുത്തുന്നു. ഓയും പിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഈ ആംഗിൾ എക്സ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഓയും എയും തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു ട്രയാംഗിൾ OAP. അപ്പോൾ OA ഈക്വൽ ടു OP ആയതുകൊണ്ട് ഇത് ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ. ഇവിടെ നമുക്ക് മൊത്തം ആംഗിൾ 180 മൈനസ് എന്താണ് കിട്ടുക? 80 മൈനസ് 2x. ഈ ഓയും ബിയും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ OPയും OBയും ഈക്വൽ ആണ്. OP എന്താണോ അത് തന്നെയാണ് OB ഉണ്ടാവുക, അത് തന്നെയാണ് OA ഉണ്ടാവുക. അതൊക്കെ റേഡിയസ് ആവില്ല. ഞാൻ ഈ മൊത്തം ആംഗിളിന്റെ മെഷർ y എന്നാണ് വിചാരിച്ചത്. അപ്പൊ നമുക്കൊരു ട്രയാംഗിൾ OPB എന്ന് പറയുന്ന ട്രയാംഗിൾ ഇവിടെ y ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? y ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മെഷർ വരിക 180 മൈനസ് y 2y. സോ ഈ മെഷർ AB എന്ന് പറയുന്ന കോഡ് സർക്കിളിൽ 2 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, ഒരു വലിയ ഭാഗവും ചെറിയ ഭാഗവും. അപ്പൊ ചെറിയ ഭാഗത്തെ ഈ 2 എൻഡ് പോയിന്റ്സും ജോയിൻ ചെയ്ത് സെന്ററിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ആംഗിള് നമ്മൾ തൽക്കാലം C എന്ന് വിചാരിച്ചു. C ഡിഗ്രിയാണ്. അതായത് AOBയുടെ മെഷർ C ഡിഗ്രിയാണെന്ന് വിചാരിച്ചു. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ ഈ മൊത്തം മെഷർ 180 മൈനസ് 2x ആണ്. അതിന് 180 മൈനസ് 2y കുറച്ചാൽ പോരെ? നോക്കാം. നമുക്ക് ആംഗിൾ C കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം മെഷർ 180 മൈനസ് 2x ആണ്. ഇതുവരെയുള്ള മെഷർ 180 മൈനസ് 2x. എന്താ കുറയ്ക്കേണ്ടത്? മൈനസ് ഈ മെഷർ
അതാണ് ആംഗിൾ സി. ഈ മെഷർ എത്രയാണ്? 180 മൈനസ് 2 ആയി. ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് മാറ്റിയാൽ 180 മൈനസ് 2x മൈനസ് 180, ഈ മൈനസ് മൈനസ് കൂടി പ്ലസ് ആവും, പ്ലസ് 2y ആവും. ഈ 180 കട്ടായിപ്പോയി. നമുക്ക് ഉണ്ടാവുക മൈനസ് 2x പ്ലസ് 2y. ഇതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2y 2 കോമൺ ആയിട്ട് എടുത്താൽ y മൈനസ് x. നമുക്ക് എ പി ബിയുടെ മെഷർ എന്താ നോക്കാം. ആംഗിൾ എ പി ബി ആണ് നമ്മൾ ആദ്യം വരച്ചത്. എ പി ബി എന്ന് പറയുന്ന ഈ ആംഗിൾ ആയിരുന്നു നമ്മൾ വരച്ചത്. ഈ ആംഗിളിന്റെ മെഷർ ഈ മൊത്തം മെഷറായ വൈയിൽ നിന്നിട്ട് ഈ മെഷറായ എക്സ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ, y മൈനസ് എക്സ് ആണ്. അടുത്ത ഫിഗർ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് ഉണ്ടായത്? എ പി ബി എന്ന് പറയുന്ന ആംഗിൾ നമുക്കറിയാം y മൈനസ് എക്സ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ കൺസെപ്റ്റ് ഈ ഒരു കാര്യത്തിന് ക്ലിയർ ആയത്. ഇതിന്റെ മെഷർ ഈ സെൻട്രൽ ആംഗിളിന്റെ മെഷറിന്റെ ഡബിൾ ആണെന്നുള്ള കാര്യമാണ് ക്ലിയർ ആയത്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി ഒന്നുകൂടി നമ്പർ വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമുക്കിവിടെ പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് വിചാരിച്ചോളൂ. ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ എ ബി എന്ന് പറയുന്ന കോഡ് മുകളിലൊരു ഭാഗമായിട്ടും വലിയ ഭാഗമായിട്ടും ചെറിയ ഭാഗമായിട്ടും മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സർക്കിളിനെ ഈ ചെറിയ ഭാഗത്തുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചിട്ടില്ല. അപ്പോൾ ഈ ചെറിയ ഭാഗം, ഈ ചെറിയ പാർട്ട്, ഈ ആർക്ക്, ഇതിൻ്റെ രണ്ട് എൻഡ് പോയിന്റുകൾ, ഈ എ ബി എന്ന് പറയുന്ന ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുക. എ ബി എന്ന് പറയുന്ന ആർക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ ഉണ്ടല്ലോ. എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട്, അല്ലെങ്കിൽ കോഡിൻ്റെ എൻഡ് പോയിന്റുകൾ സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ ആംഗിൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും എന്നാണ് കൺസെപ്റ്റ്. നമുക്കിവിടെ വേറൊരു ആംഗിൾ കൂടി വരച്ചു നോക്കും. അപ്പോൾ ഈ ആംഗിളിൻ്റെ മെഷർ എത്രയായിരിക്കും? എന്താണോ ഇവിടുത്തെ ആംഗിൾ അതിൻ്റെ ഹാഫ്. അപ്പോൾ ഇവിടെ 120 ആയതുകൊണ്ട് ഇവിടെ 60 ഡിഗ്രി, അതിൻ്റെ ഹാഫാണ് 120ൻ്റെ ഹാഫ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിളിൻ്റെ ഡബിൾ ഈ സെൻറ്ററിലുള്ള ആംഗിളും സെൻറ്ററിലുള്ള ആംഗിളിൻ്റെ ഹാഫാണ് ഇവിടുത്തെ ആംഗിളും തിരിച്ചു മറിച്ച് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വേറെ പോയിന്റ് വെച്ചു 6. ഇതിൻ്റെ മെഷർ എത്രയായിരിക്കും? ഇത് 60 ആയിരിക്കും. ഇത് 70 ആവില്ല, 60 തന്നെ ആവുള്ളൂ എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പം നമ്മൾ പഠിച്ചത് ഡയമീറ്റർ അല്ലാത്ത ഏത് കോഡും സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കുന്നു. ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ രണ്ട് ഈക്വൽ പാർട്ടാവുക, രണ്ട് സെമി സർക്കിൾസ് ആയിട്ടാണ് വ്യാസം അതിനെ സർക്കിളിനെ ഭാഗിക്കുന്നത്. എന്നാലും കോഡ് ഡയമീറ്റർ അല്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ വരച്ച കോഡ് ഡയമീറ്റർ അല്ല, നേരത്തെ വരച്ച കോഡുകളൊന്നും ഡയമീറ്റർ അല്ലായിരുന്നു. ഡയമീറ്റർ ഇല്ലാതെ കോഡ് വരച്ചാൽ സർക്കിളിനെ രണ്ട് അൺഈക്വൽ പാർട്സ് ആണ്. ഒരു വലിയ പാർട്ടും ഒന്ന് ചെറിയ പാർട്ടാണ്. ഈ വലിയ പാർട്ടിലെ ആംഗിൾസിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ ഭാഗത്തുണ്ടാകുന്ന കോണിനും അതിൻ്റെ സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇനി പറയാൻ പോകുന്നത് ചെറിയ പാർട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ വലിയ പാർട്ടിലുള്ള ആംഗിൾ എന്താണോ എ ബിയുടെ സെൻട്രൽ ആംഗിൾ അതിൻ്റെ ഹാഫാണെന്ന് കണ്ടെത്തി. ചെറിയ പാർട്ടിൽ നമ്മളൊരു ആംഗിൾ വരച്ചു, ക്യൂ എന്ന് പറയുന്ന ആംഗിൾ. ഈ ആംഗിളിൻ്റെ മെഷർ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്നത്. നോക്കാം, നമ്മൾ ചെയ്തത് സെൻറ്ററും എയും തമ്മിൽ സെൻറ്ററും ബിയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് സെൻറ്ററും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ ക്യൂ ആണ്. ഇത് മൂന്നും ഈക്വൽ ആണ്. ഇതെല്ലാം റേഡിയസ് ആണ്, ആരങ്ങളാണ്, തുല്യമാണ്. നമുക്ക് ഒ എയും ഒ ക്യൂവും ഈക്വൽ ആണ്. ഒ എ ക്യൂ എന്ന് പറയുന്ന ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. ഇവിടുത്തെ മൊത്തം മെഷർ ഞാൻ എക്സ് എന്ന് എടുത്താൽ ഇവിടെ എന്താ ഉണ്ടാവുക? എക്സ് തന്നെയല്ലേ. ഇത് എക്സ് ആകുമ്പോൾ ഇത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമ്മൾ നേരത്തെ കണ്ട പോലെ 180 മൈനസ് 2x. അതുപോലെ ഇവിടുത്തെ ആംഗിൾ എന്താ വരിക? ഇവിടുത്തെ ആംഗിൾ ഇവിടെ നമ്മൾ y എന്ന് വിചാരിച്ചു. ഒ ബിയും ഒ ക്യൂവും ഈക്വൽ ആയതുകൊണ്ട് ഒ ബി ക്യൂ എന്ന് പറയുന്ന ഐസോസെൽസ് ആണ്. അപ്പോൾ ഇവിടെ y ആണെങ്കിൽ ഇവിടെയും y ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്താ വരിക? 180 മൈനസ് 2y. 180 മൈനസ് 2y. ഓക്കെ, ഫിഗർ ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എ ക്യൂ ബി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഈ ആംഗിൾ, ഈ കോഡ് ഈ ലോവർ പാർട്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് പ്ലസ് വൈ ആണല്ലോ, അല്ലേ? രണ്ടും കൂടി ചേർത്താണ് എക്സ് പ്ലസ് വൈ ആണ് മൊത്തം ആംഗിൾ. ഈ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ. അതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. നമുക്ക് ഈ സെൻറ്ററിലുള്ള ആംഗിൾ ഇത്
ഫുള്ളായിട്ടുള്ളതാണ്, മൊത്തം ആംഗിളാണ്. ഈ ഫുൾ ആംഗിൾ കിട്ടാൻ നമുക്ക് ഈ 180 മൈനസ് 2x 180 മൈനസ് 2y കൂടി ആഡ് ചെയ്താൽ മതി. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഏതൊക്കെയാണ് കൂട്ടേണ്ടത്? ഈ ആംഗിൾ, ഇതിപ്പോൾ സി ആണെങ്കിൽ നമുക്ക് സി കിട്ടാൻ, ഈ ആംഗിൾ സി ആണെന്ന് വിചാരിച്ചോളൂ, സി കിട്ടാൻ 180 മൈനസ് 2x 180 മൈനസ് 2y കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ കിട്ടാൻ, ആംഗിൾ എ ഒ ബി അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ആംഗിൾ എ ഒ ബി ഓർ സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യാം? 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y, 180 360 ആകും, മൈനസ് 2 ഇൻറ്റു മൈനസ് 2x മൈനസ് 2y എന്ന് എഴുതും. 360 മൈനസ് 2 കോമൺ ആയിട്ട് എടുത്താൽ എക്സ് പ്ലസ് വൈ. 360 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നതാണ് സി. 360 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് സി. നമ്മൾ ഈ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, സി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് എന്താ വരിക? 360 മൈനസ് സി ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അവിടുന്ന് എക്സ് പ്ലസ് വൈ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 360 മൈനസ് സിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360യെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, സിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് പ്ലസ് വൈ ലഭിക്കും. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആംഗിൾ കിട്ടാൻ 360/2 180 ആണ്, മൈനസ് സി ബൈ 2. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 മൈനസ് സി ബൈ 2. അപ്പോൾ എക്സ് പ്ലസ് വൈ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയാകും? 180 മൈനസ് സി ബൈ 2 ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാം, ഈ ആംഗിൾ അറിയാമെങ്കിൽ 360 2 ടൈംസ് ഓഫ് ദിസ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്താലും സി ഡിഗ്രി കിട്ടും. ഇത് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ നമ്പർ വെച്ചിട്ട്, ഇപ്പം നമുക്ക് എ ബി എന്ന് പറയുന്ന കോഡുണ്ട്. എ ബി നമ്മളെ ഈ ചെറിയ പാർട്ടുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ തന്നിരിക്കുന്നു. ഇറ്റ് ഈസ് 130 ആണ്, 130 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എ ബിയുടെ സെൻട്രൽ ആംഗിൾ, ഈ കോഡ്, ഈ ആംഗിളിൻ്റെ മെഷർ എന്ത് ചെയ്താൽ മതിയാകും? അത് കിട്ടാൻ 360 മൈനസ് 2 ടൈംസ് ഓഫ് ദിസ് 130 എന്ന് പറഞ്ഞാൽ 360 മൈനസ് 260 100 ആയിരിക്കും ഈ ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിൾ 100 ആയിരിക്കും. ഇതൊന്ന് മാറ്റി പറയാം. ഇവിടെ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പാർട്ടിലുള്ള ആംഗിൾ കാണാൻ 180 ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി കുറച്ചാൽ മതി. സോ 180 മൈനസ് 50 ഇറ്റ് ഈസ് 130. ഇതാണ് കൺസെപ്റ്റ്. ഓ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൽ ഡയമീറ്റർ അല്ലാത്ത, വ്യാസമില്ലാത്തൊരു കോഡ് വരയ്ക്കുമ്പോൾ വലിയ പാർട്ടിലുള്ള ആംഗിൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയും, വലിയ പാർട്ടിലുള്ള ആംഗിൾ ഞാൻ വരയ്ക്കുന്നു, ഈ ആംഗിൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള സി ഡിഗ്രിയാണ്, ഇതിൻ്റെ പകുതിയായിരിക്കും. വലിയ പാർട്ടിലുള്ള ആംഗിൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫും, ചെറിയ പാർട്ടിലുള്ള ആംഗിൾ 180 മൈനസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ, സി ബൈ 2. ഈ കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചിത്രമാണ് പഠിക്കേണ്ടത്. സോ നമുക്ക് പ്രോപ്പർട്ടി പറയാം. ഇഫ് യു ഡ്രോ എ chord of the circle which is not a diameter of that circle, then we have two types of angle. Angle in the greater part and smaller part. രണ്ട് പാർട്ട്, വലിയ പാർട്ടിനും ചെറിയ പാർട്ടിനും രണ്ട് കോണുകൾ. വലിയ ഭാഗത്തിലുള്ള ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫും, ചെറിയ ഭാഗത്തുള്ള ആംഗിൾ 180 മൈനസ് ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിളും ചെയ്താൽ മതി. രണ്ട് തരം ആംഗിൾസ് ഉണ്ടാകുന്നു. ഈ കൺസെപ്റ്റാണ് ഈ പാർട്ടിൽ പഠിക്കേണ്ടത്. ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ ആംഗിൾ തന്നിരിക്കുന്നു. എ പി ബിയും എ ക്യു ബിയും കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഹാഫാണ് ഇവിടെ ഉണ്ടാവുക. എ പി ബി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് 140 ആണ്. അതെത്രയാണ്? 70. ഇനി എ ക്യു ബി കിട്ടാൻ എന്ത് ചെയ്താൽ ഈ 180 ഇത് കുറച്ചാൽ പോരെ. ഹാഫ് ഓഫ് ദിസ് ആണത്. അപ്പോൾ 180 70 കുറച്ചാൽ മതി. സോ 180 മൈനസ് ഹാഫ് ഓഫ് 140. 180 minus 70. So it is 120. അത് 120. മറ്റൊരു ചോദ്യം നോക്കൂ.
എ പി ബി തന്നിട്ടുണ്ട്. എ ഒ ബിയും എ ക്യു ബിയും കാണും. എ പി ബിയുടെ ഡബിളാണ് എ ഒ ബി. അപ്പോൾ 50 ആണെങ്കിൽ 100 ആയിരിക്കും. 2 ടൈംസ് ഓഫ് ദിസ് 100. സോ ഇവിടെ 100 ആണ്. ഇത് 50 ആണെങ്കിൽ 180 ഇത് 50 കുറച്ചാലും മതി അല്ലേ. 180 മൈനസ് 50 130. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.